പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനു മാലിക്കിനെതിരെ കാപ്പ ചുമത്തിയേക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞ ശേഷമാകും കാപ്പ ചുമത്തുക. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് പതിവായ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. നിഖിലാണ് വിവരങ്ങളുമായുള്ളത്. നിഖിൽ, പറഞ്ഞോളൂ വിവരങ്ങൾ. സേതു, ഇത്തരത്തിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ, കൃത്യമായി പറഞ്ഞാൽ 6 കേസുകളാണ് നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ കയ്യിൽ വെച്ചതിന് ഇയാൾക്കെതിരെ ഉള്ളത്. അതുമാത്രമല്ല 2 സ്ഫോടനങ്ങൾ, വലിയ സ്ഫോടനങ്ങൾ ഇയാൾ ഇത്തരത്തിൽ വാടകയ്ക്കെടുത്ത വീടുകളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഒന്ന് 2016-ലാണെങ്കിൽ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കണ്ണപുരം കീഴറയിൽ നടന്ന സ്ഫോടനമാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്ന കാര്യം പോലീസ് വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നത്. നിലവിൽ ഇയാൾ ഇപ്പോൾ 12-ാം തീയതി വരെ റിമാൻഡിലാണ്. ഈ റിമാൻഡ് കാലാവധി കഴിയുന്നതോടുകൂടി കാപ്പ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം ഇതിന്റെ നിയമപരമായ വശങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കാരണം കാപ്പ ചുമത്തണമെങ്കിൽ അതിൻ്റെതായ ചില ക്രൈറ്റീരിയകളുണ്ട്, അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് ഈ കേസിൽ ഏതൊക്കെ വിധത്തിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ നിയമവശങ്ങളാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഒരു നിയമത്തെയും വിലവയ്ക്കാതെ, ഒരനുമതിയുമില്ലാതെ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുന്നത് ഒരു പതിവാക്കിയ വ്യക്തിയാണ് ഈ അനു മാലിക് എന്ന് പറയുന്നത്. ഇയാൾ ഇത്തരത്തിൽ ഇയാളുടെ ഒരു പ്രവൃത്തിയുടെ രീതി തന്നെ അതാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുന്നതാണ് ഇയാളുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പൊടിക്കുണ്ടിൽ 2016-ൽ സ്ഫോടനം ഉണ്ടാകുന്നു, ഇപ്പോൾ കീഴറയിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഇയാൾ ഇങ്ങനെ വാടകയ്ക്ക് വീടെടുത്ത് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. തുടർന്നും ഇയാൾ ഇതേ കാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിന്. അതുകൊണ്ട് കർശനമായ നടപടികളിലേക്ക് കടന്ന് ഇയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. ഇയാൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു. നേരത്തെ വരുന്ന രാഷ്ട്രീയ ബന്ധ ആരോപണങ്ങളെല്ലാം തന്നെ പ്രതി അനു മാലിക്കിനെതിരെ കാപ്പ ചുമത്താനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ.